ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കോ ടൂണർ അങ്ങനെ ഓരോന്നായിട്ടുള്ളതൊന്നല്ല. ഈ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ മുഖത്ത് വന്നിരിക്കുന്ന ചെറിയ ചെറിയ കുരുക്കൾ, കുരുവന്ന് പോയ പാടുകൾ, കറുത്ത പാട്, കരിവാളിപ്പ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അങ്ങനെ നമ്മുടെ മുഖത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറിയിട്ട് മുഖം നല്ല ഈവൺ ആയിട്ടുള്ള ഒരു കളറ് വരാൻ വേണ്ടിയിട്ടും നല്ല തിളക്കം വരാൻ വേണ്ടിയിട്ടും സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും എല്ലാം സഹായിക്കുന്ന നല്ല ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുഖം സ്കിന്ന് നല്ല ക്ലിയർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ ആദ്യം ഒരു ടോണർ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, ക്യുമിൻ സീഡ് എന്ന് പറയും, ചെറിയ ജീരകം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഇടുക. അതെല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി വെക്കുന്നത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ മുഖത്ത് കിട്ടുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ ഈ 1 ടേബിൾ സ്പൂണ് വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് നന്നായി തിളച്ചിട്ട് ആ ജീരകത്തിൻ്റെ സത്ത വെള്ളത്തിൽ ഇറങ്ങി വരികയുള്ളൂ. നിങ്ങൾ സാധാരണ ജീരക വെള്ളം എങ്ങനെയാണോ ഉണ്ടാക്കാറ് അതേപോലെ ജീരക വെള്ളം ഒരു ദിവസം രാവിലെ അങ്ങ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുക. ഒരു കുപ്പിയിലേക്കോ ഒരു പാത്രത്തിലേക്കോ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ അനുസരിച്ചിട്ട് എന്തിലെങ്കിലും ഒന്ന് ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഇത് സൂക്ഷിക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നല്ല തണുപ്പിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് വെക്കുക. ജീരക വെള്ളം തയ്യാറാക്കിയിട്ടാണ് വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ജീരകം തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇതൊരു 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതായത് നിങ്ങൾക്ക് മുഖക്കുരു എല്ലാം ഉള്ളവരാണെങ്കിൽ അവർക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഖക്കുരു നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം. അത് നല്ലോണം ചുരുങ്ങിപ്പോവും. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ായി നിൽക്കുന്ന രൂപത്തിന് മാത്രം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഒഴിച്ചിട്ട് വെള്ളം പോലെ ആക്കി കളയരുത്. അപ്പോൾ ഇത് ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ മുഖത്ത് ഇതേപോലെ ഒന്ന് ജസ്റ്റ്, അതായത് ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഈ മുഖക്കുരുള്ളവരാണെങ്കിൽ എപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ട് മാത്രമേ മുഖത്ത് മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഹാർഡായിട്ട് മസാജ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ മുഖക്കുരു ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. മുഖക്കുരു ഉള്ളവർക്ക് ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും മുഖക്കുരു എല്ലാം പോകാൻ. അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞത്. ഇതിനി ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം നന്നായി ഡ്രൈ ആവുന്നില്ല എങ്കിലും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ജീരക വെള്ളം ഉണ്ടല്ലോ അതിനെ കൊണ്ട് അങ്ങ് കഴുകിക്കളയുക. കുപ്പിയിൽ മാറ്റി വെച്ചതല്ല കേട്ടോ, ബാക്കിയുള്ള വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളയുക. അപ്പോൾ ഞാനിതാ കഴുകിയിട്ട് വന്നതാണിത്. ഇനി നമ്മളെ കൈയൊന്ന് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കുപ്പിയിലുള്ള ആ ഒരു ജീരക വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആ 10 മിനിറ്റ് പാക്ക് കഴുകി തുടച്ചതിന് ശേഷമാണ് ഈ ജീരകത്തിൻ്റെ വെള്ളം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ജീരക വെള്ളത്തിൽ മുഖം കഴുകുന്നില്ലെങ്കിൽ സാധാരണ വെള്ളത്തിലും കഴുകുക. പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. തികച്ചും അങ്ങ് തുടച്ചളയരുത്. മുഖത്ത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജീരകപ്പൊടി തന്നെയാണ് ആവശ്യം. അപ്പോൾ കുറച്ചധികം ജീരകപ്പൊടി പൊടിച്ചിട്ട് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്കിത് ദിവസവും തയ്യാറാക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ജീരകപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വറുക്കാത്ത അരിപ്പൊടിയാണ് കുറച്ചും കൂടി നല്ല. പുട്ടിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വറുക്കാത്ത അരിപ്പൊടിയാണ് നല്ലത്. പത്തിരിപ്പൊടി എടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കസ്തൂരി മഞ്ഞളുള്ളവർ കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ഇടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ള അലോവേര ജെല്ലിനേക്കാളും നല്ലത് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ചിലർക്ക് ഈ വീട്ടിലുള്ള അലോവേര ജെല്ല് മുഖത്ത് സൂട്ടാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ
ഒരു ടേബിൾ സ്പൂൺ വേണ്ട, 1/2 ടേബിൾ സ്പൂണോളം തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. പക്ഷേ തേനുള്ളവർ ഉറപ്പായിട്ടും അത് ആഡ് ചെയ്യുക. അത് ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കും അതേപോലെ തന്നെ നോർമൽ സ്കിന്നുള്ളവർക്കെല്ലാം ഈ തേന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് പാൽ ഒഴിച്ച് നോക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു തരാൻ തന്നെ എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക. എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യം, അതായത് ആ ഒരു ജീരക വെള്ളം ആ കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുന്നതും പിന്നെ 10 മിനിറ്റ് ആ പാക്ക് ഇടുന്നത് നിങ്ങൾ ഡെയിലി ചെയ്യണം. പക്ഷേ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ഇട്ടാൽ മതി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് 1 മാസം നിങ്ങളുടെ മുഖം അത് ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്ക്. ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങളെ മുഖത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളെല്ലാം ഉണ്ടല്ലോ, ചിലർക്ക് കാലാവസ്ഥ പഠിക്കാണ്ടെല്ലാം ചെറിയ കുരുവെല്ലാം വരും. അങ്ങനെ വരുന്ന കുരു സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന നോർമലായിട്ടുള്ള മുഖക്കുരു, കറുത്ത പാട്, കരുവാളിപ്പ് ചിലർക്കുണ്ട് അവിടെ ഇവിടെയെല്ലാം അവിടെ കറുത്തിട്ടെല്ലാം ഉള്ളത്, അതെല്ലാം മാറിയിട്ട് ഈവണായിട്ടുള്ളൊരു കളറ് വരും. അതേപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആവാനും ചുളിവുകൾ മാറാനും എല്ലാം സഹായിക്കും. കാരണം ഇതിലിട്ടിരിക്കുന്ന അരിപ്പൊടി ആയാലും ജീരകമായാലും സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അരിപ്പൊടി ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ്, കൊറിയൻ സ്കിൻ വൈറ്റനിങ്ങിലെല്ലാം അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പാക്ക് ഇടൽ ദിവസവും നിങ്ങൾ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ പുറത്തൊന്നും പോകാണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീക്കിലി ഏതെങ്കിലും ഒരു 2 ദിവസം, അത് അടുപ്പിച്ചിട്ടുള്ള 2 ദിവസം ആയിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അടുത്ത പാക്ക് ഇടാം. അങ്ങനെ നിങ്ങൾ 2 മിനിറ്റ് ഇത് മസാജ് ചെയ്ത് മുഖത്തേക്ക് പിടിപ്പിച്ചിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതെൻ്റെ കൈ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെമോ മാത്രം ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് സാധാരണ വെള്ളത്തിലോ ജീരക വെള്ളത്തിലോ നിങ്ങൾക്ക് കഴുകാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്ത് തുടച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് യൂസ് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് സ്വയം തോന്നും. ഞാൻ എല്ലാവർക്കും ഇത് ഗ്യാരണ്ടി റിസൾട്ട് പറയുകയാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് പറ്റും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ആണ് ചെറിയൊരു പ്രശ്നം വരിക, അവർക്കൊരു എരിച്ചലുണ്ടാവും. അപ്പോൾ അവരാദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് കൈമേലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തോ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടോ എൻ്റെ കയ്യിൽ വന്ന ഡിഫറൻസ്? എന്തായാലും 1 ഷെയ്ഡോളം നിറം കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഒറ്റ യൂസിൽ. ഇത് 1 മാസം കണ്ടിന്യൂ ചെയ്താൽ മുഖത്തെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ട്രൈ ചെയ്തവർക്ക് അത്രയും എഫക്റ്റീവ് ആണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അഭിപ്രായം പറയാൻ മറക്കരുതെന്ന്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.